നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാർ അവസാനിച്ചതോടെ ഗാസയിൽ വീണ്ടും കനത്ത ആക്രമണം. ഇസ്രായേൽ ഗാസയിൽ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. നേരത്തെ കണ്ടതുപോലെയുള്ള കൊടും യുദ്ധത്തിലേക്ക് ഘോര യുദ്ധത്തിലേക്ക് വീണ്ടും പോവുകയാണോ എന്ന സംശയമൊക്കെ ഉദിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 66ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ചു. ഇതിന് പിന്നാലെ ഈ ആക്രമണം തീർച്ചയായിട്ടും ഇസ്രായേൽ ഇത് കാത്തിരുന്ന് നടത്തുന്ന ആക്രമണം പോലെയാണ് തോന്നുന്നത്. ജനുവരി 19 വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ വ്യോമാക്രമണം. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു വ്യോമാക്രമണത്തെ വിശേഷിപ്പിക്കുന്നത്. വെടിനിർത്തൽ നീട്ടാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആക്രമണം. വെടിനിർത്തൽ ചർച്ചകൾ മുടങ്ങി. അതായത് വീണ്ടും ഇത്രയും കാലം ഒരു വെടിനിർത്തൽ കാലഘട്ടമായിരുന്നു, വളരെ സമാധാനകരമായിരുന്നു, ബന്ദികളെ കൈമാറുന്നു, ഈ ഗാസയിലൊക്കെ വലിയ രീതിയിലുള്ള ആശ്വാസം കൈവന്ന ദിവസങ്ങളായിരുന്നു. പക്ഷെ അതിനെല്ലാം മങ്ങലേൽപ്പിച്ചുകൊണ്ട് വീണ്ടും ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ ആക്രമണം വീണ്ടും തുടങ്ങിയെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. വടക്കൻ ഗാസ സിറ്റി, മധ്യ തെക്കൻ ഗാസ മുനമ്പിലെ ദേർ അൽ ബലാഹ്, ഖാൻ യൂനിസ്, റാഫ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയുണ്ടായ ആക്രമണത്തിൽ 150ഓളം പേർക്കാണ് പരിക്കേറ്റത്. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിച്ചു. ഇതാണ് ആക്രമണത്തിന് ഉത്തരവിടാൻ കാരണമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാദം. US പ്രസിഡൻഷ്യൽ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിന്റെയും മറ്റ് മധ്യസ്ഥരുടെയും നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിച്ചിരുന്നു. ആക്രമണം നടത്തുന്നതിനു മുമ്പ് ഇസ്രായേൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിയാലോചിച്ചിരുന്നതായി വൈറ്റ് ഹൌസ് വക്താവും അറിയിക്കുകയുണ്ടായി. വെടിനിർത്തൽ കരാർ ലംഘിച്ചതും അട്ടിമറിച്ചതും നെതന്യാഹു ആണ് എന്നാണ് ഹമാസ് നെതന്യാഹുവിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം. വെടിനിർത്തൽ ലംഘനം ഗാസയിലെ ഇസ്രായേൽ തടവുകാരെ ഒരു ആപത്തിലേക്ക് നയിക്കുന്നു എന്നും ഹമാസ് കുറ്റപ്പെടുത്തുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ ഗാസയിൽ നിന്നും പൂർണ്ണമായും പിന്മാറണം എന്ന ആവശ്യം ഹമാസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇതിനോടൊരു അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നത്. ഒന്നാം ഘട്ടം നീട്ടി പരമാവധി ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു. കരാറിനോടനുബന്ധിച്ച് 643 പാലസ്തീനിയൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ആ ഒരു വെടിനിർത്തൽ കരാറൊക്കെ അവസാനിക്കുമ്പോൾ, വീണ്ടും ഒരു വെടിനിർത്തൽ കരാർ സാധ്യതകളൊക്കെ മങ്ങുമ്പോൾ ഇസ്രായേൽ വീണ്ടും കടുത്ത ആക്രമണം തുടങ്ങിയിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ജനുവരി 19 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണമൊക്കെ ശക്തമാണ്. ഈ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് പേർ മരിച്ചു. അതായത് കഴിഞ്ഞ ഈ യുദ്ധത്തിലൊക്കെ, അതായത് ഒക്ടോബർ 7 തുടങ്ങിയ ആ യുദ്ധം, അതിനുശേഷം തീർച്ചയായിട്ടും കുട്ടികളെയും സ്ത്രീകളെയുമായിരുന്നു യുദ്ധം വലിയ രീതിയിൽ ബാധിച്ചത്. ഒരുപാട് കുട്ടികൾ മരിച്ചു, ഒരുപാട് സ്ത്രീകൾ മരിച്ചു. അപ്പോൾ ഇപ്പോഴും ആക്രമണം വീണ്ടും തുടങ്ങുമ്പോഴും കുട്ടികൾ ഉൾപ്പെടെയാണ് കൊല്ലപ്പെടുന്നത് എന്നതും ഒരു വസ്തുതയാണ്. എന്തായാലും ആക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി വരികയുള്ളൂ. ജനുവരിയിൽ US മധ്യസ്ഥതയിൽ ദോഹയിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. 3 ഘട്ടങ്ങളായിട്ടാണ് വെടിനിർത്തൽ നടപ്പാക്കണം ആയിരുന്നു കരാറിൽ ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് ഇസ്രായേലും ഹമാസും തമ്മിൽ ആദ്യഘട്ടത്തിൽ ബന്ദികളെ കൈമാറി. ഇതിനു പിന്നാലെ മേഖലയെ അശാന്തമാക്കി വീണ്ടും ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തി. 6 ആഴ്ച നീണ്ടുനിന്ന ആദ്യഘട്ട വെടിനിർത്തലിന് ശേഷം തുടങ്ങേണ്ടിയിരുന്ന രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലേക്ക് പ്രവേശിക്കാൻ ഇനി എന്തായാലും വൈകും എന്നാണ് കരുതുന്നത്. എന്തായാലും ഇതിന് ഇസ്രായേലും ഹമാസും മധ്യസ്ഥ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. പക്ഷേ ഈ ചർച്ചകൾ ഫലം കണ്ടിരുന്നില്ല. ദോഹയിൽ വെടിനിർത്തൽ ചർച്ച തുടരവേ സമ്പൂർണ്ണ ഉപരോധത്തിലായ ഗാസയിൽ പട്ടിണി ദുരിതം അടക്കം വ്യാപിച്ചിരുന്നു. ഇതിനിടയിലും നിരവധി പ്രശ്നങ്ങളുണ്ടായി. അതായത് ഗാസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിതരണം ഇസ്രായേൽ തടയുകയും ചെയ്തിരുന്നു. 60 ദിവസത്തെ വെടിനിർത്തലിനും ജീവനോടെ ശേഷിക്കുന്ന 10 ബന്ദികളുടെ മോചനത്തിനുമുള്ള US പദ്ധതിയായിരുന്നു ദോഹയിൽ ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ചർച്ച ചെയ്തത്. ഗാസ യുദ്ധകാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആസൂത്രിതമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയതെന്ന് UN മനുഷ്യാവകാശ കൗൺസിൽ അന്വേഷണ റിപ്പോർട്ടിലൂടെ അറിയിച്ചിരുന്നു. ആരോപണങ്ങൾ ഇസ്രായേൽ നിഷേധിക്കുകയും ചെയ്തു. ഗാസയിലെ വ്യാപകമായ നാശം പരിശോധിച്ച UN സംഘം ജനവാസ മേഖലകളിലും ആശുപത്രികളിലും ഇസ്രായേൽ മാരകശേഷിയുള്ള ബോംബാക്രമണങ്ങൾ നടത്തിയതായി കണ്ടെത്തുകയുണ്ടായി. കുട്ടികളും സ്ത്രീകളും വിവരണാതീതമായ ക്രൂരതകൾ നേരിട്ടുവെന്നും UN റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. തടവുകാർ ബലാത്സംഗത്തിന് ഇരകളായി എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ, നടുക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തുവന്നതാണ്. UNHRC മുൻ മേധാവിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത്. രാജ്യാന്തര ക്രിമിനൽ കോടതിയിൽ ഇസ്രായേലിനെതിരെ തെളിവായി ഈ റിപ്പോർട്ട് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഗാസയിൽ നിന്ന് ആരും പലസ്തീൻകാരെ പുറത്താക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചിരുന്നു. ഈ പ്രസ്താവനയെ ഹമാസ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അയർലൻഡ് പ്രധാനമന്ത്രി മൈക്കൽ മാർട്ടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിലായിരുന്നു ട്രംപ് ഈ നിലപാട് അറിയിച്ചത്. ഗാസയിൽ നിന്ന് പലസ്തീൻകാരെ ഒഴിപ്പിക്കുമെന്ന മുൻ നിലപാട് തിരുത്തുന്ന പരാമർശമാണ് ട്രംപ് നടത്തിയതെന്നതും ഏറെ ആശ്വാസകരമാണ്. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ദമ്മറിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. പലസ്തീൻകാരുടെ പാർശ്വ സമുച്ചയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. ഇത്തരത്തിൽ ആക്രമണങ്ങളൊക്കെ ഒരു വശത്ത് വളരെ തകൃതിയായി നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇതാ ഈ ഒരു വെടിനിർത്തൽ കരാർ അതൊന്ന് ഏതാണ്ട് അവസാനിക്കാറായപ്പോൾ വീണ്ടും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. തീർച്ചയായിട്ടും ഒരു ഘോര യുദ്ധത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ നീങ്ങുകയാണോ എന്ന സംശയം ഇവിടെ ശക്തമാവുകയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കണ്ടത് അതിക്രൂരമായ ഒരു ആക്രമണങ്ങൾ തന്നെയായിരുന്നു. അതായത് ഹമാസും അതുപോലെ തന്നെ ഇസ്രായേലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്തുന്നു, ആക്രമിക്കുന്നു. ഇതിൽ സാധാരണക്കാരായ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകുന്നു. അങ്ങനെ ഒരു കൊടും ക്രൂരതയാണ് ലോകം കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു ലോകത്തെ സംബന്ധിച്ചും, പ്രത്യേകിച്ച് ഗാസയെ സംബന്ധിച്ചും. അതുപോലെ തന്നെ യുദ്ധം നേരിടുന്ന അല്ലെങ്കിൽ യുദ്ധത്തിലായിരിക്കുന്നതും യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതുമായ രാജ്യങ്ങളെ സംബന്ധിച്ചും വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ ആശ്വാസങ്ങൾക്കൊക്കെ ഒരു താൽക്കാലിക വിരാമം അല്ലെങ്കിൽ അത് താൽക്കാലിക ആശ്വാസമായിരുന്നു എന്ന് കരുതത്തക്ക രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേൽ വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിലപാട് ഈ ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാതെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നായിരുന്നു. ആ ഒരു നിലപാട് പലപ്പോഴായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചതാണ്. അതായത് ഹമാസിനെ പൂർണ്ണമായും തച്ചുടയ്ക്കാതെ, പൂർണ്ണമായും നശിപ്പിക്കാതെ ഇത്തരത്തിലൊരു യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്ന ആ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആ ഉറക്കെയുള്ള പ്രഖ്യാപനം അതിൽ നിന്നും ഇപ്പോഴും പിന്മാറിയിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ലോകത്തെയൊക്കെ മുൾമുനയിലാക്കി, ആശങ്കയിലാക്കി വീണ്ടും പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഈ ഒരു പോരാട്ടം കടുക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.